പ്രോസസ് കോസ്റ്റിംഗിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, അതേപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് എന്നീ പാർട്ടുകൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എൻ്റെ ഓൺലൈൻ ക്ലാസ് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ വാട്സപ്പ് അതല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് സാധാരണ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. സാധാരണ നമ്മൾ കോൺട്രാക്ട് കോസ്റ്റിംഗ്, ജോബ് കോസ്റ്റിംഗ് ഇങ്ങനെ പറയുന്നത് പോലെ ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണെന്ത് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ജനറലി ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ദോസ് ഇൻഡസ്ട്രീസ് where the product is passes through different processes. ഓക്കെ, ഓരോ പ്രോസസ്സിലൂടെ, ഓരോ സ്റ്റേജസിലൂടെ കടന്നു പോകുന്ന, പ്രൊഡക്ഷൻ പ്രോസസ്സ് കടന്നു പോകുന്ന മാനുഫാക്ചറിങ് കൺസേണിലാണ് ജനറലായിട്ട് ഈ ഒരു പ്രോസസ് കോസ്റ്റിങ്ങിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് ചില ഇൻഡസ്ട്രികളിൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു പ്രോസസ്സിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല, അതിൻ്റെ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ ചെയ്യുവാൻ സാധിക്കുകയില്ല. ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇത്തരത്തിൽ ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ ഒരു പ്രൊഡക്റ്റ് കടന്നു പോയിട്ടാണ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവുന്നതെങ്കിൽ, ഒരു മെറ്റീരിയൽ കടന്നു പോയിട്ടാണ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവുന്നതെങ്കിൽ, ഇങ്ങനെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന, ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന മാനുഫാക്ചറിങ് കൺസേണിലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധാരണ പ്രോസസ് കോസ്റ്റിങ്ങിനെ അപ്ലൈ ചെയ്യുന്നത്. അതായത് പ്രോസസ് കോസ്റ്റിംഗ് മീൻസ് ഇറ്റ് ഈസ് എ കോസ്റ്റിംഗ് മെത്തേഡ് വിച്ച് ഈസ് അപ്ലൈഡ് ടു ദോസ് ഇൻഡസ്ട്രീസ് ഓർ മാനുഫാക്ചറിങ് കൺസേൺ where the product or services passes through different distinct process. ഓക്കെ, ഡിഫറെൻറ്റ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സ്ഥാപനങ്ങളിലാണ് ഈ ഒരു കോസ്റ്റിംഗ് മെത്തേഡിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ സിമ്പിളായിട്ടുള്ള CIMA ലണ്ടൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. പ്രോസസ് കോസ്റ്റിംഗ് ഈസ് ദി ബേസിക് കോസ്റ്റിംഗ് മെത്തേഡ് applicable where goods or services result from sequence of continuous operations or repetitive operation or process. Okay, costs are averaged over the units produced during the year. Okay, ഈ ഒരു കോസ്റ്റിനെ നമ്മൾ ഓരോ പ്രോസസ്സിൽ നിന്നും ആവറേജ് ചെയ്യുന്നു, എന്നിട്ട് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഫൈനലായിട്ട് ഒരു പ്രോസസ്സിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയില്ല. ഇത് കംപ്ലീറ്റ് ആകുന്നത് എപ്പോഴാണ്, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറുന്നത് ഇതിൻ്റെ ലാസ്റ്റ് പ്രോസസ്സിൽ നിന്നാണ്. ആ സമയത്ത് മാത്രമേ നമുക്ക് കംപ്ലീറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് പ്രോസസ്സ്. ഈ ഒരു പ്രോസസ് കോസ്റ്റിങ്ങിൽ സാധാരണ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് എന്താണ്, ഡിഫറെൻറ്റ് പ്രോസസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഫീച്ചറാണ്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് വൺ ആണ് ഈച്ച് പ്രോസസ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഈച്ച് അതർ. ദെൻ മൂന്നാമത്തെ വരുന്നത് പ്രൊഡക്റ്റ് പാസസ് ഫ്രം വൺ പ്രോസസ് ടു അനദർ അണ്ടിൽ കംപ്ലീഷൻ. ഓക്കെ, ഒരു പ്രോസസ്സിൽ നിന്നും മറ്റേ പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, അത് ട്രാൻസ്ഫർ ചെയ്യുന്നു, അത് പാസ് ചെയ്യുന്നു കംപ്ലീഷൻ വരെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നാലാമത്തത് ദി ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ബിക്കംസ് ദി ഇൻപുട്ട് ഓഫ് നെക്സ്റ്റ് പ്രോസസ്. ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് അടുത്ത പ്രോസസ്സിൻ്റെ എന്തായിരിക്കും, ഇൻപുട്ട് ആയിട്ടാണ് വരുന്നത്. ദെൻ അഞ്ചാമത്തത് പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഇവിടെ പ്രൊഡക്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ദെൻ ആറാമത്തത് പ്രോസസ് അക്കൗണ്ട് ഫോർ ഈച്ച് ഈസ് പ്രിപ്പയർഡ് ആൻഡ് കോസ്റ്റ് ഓഫ് ഈച്ച് ഈസ് അസർട്ടൈൻ. ഓരോ പ്രോസസ്സിനും നമ്മൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് ഓരോന്നിൻ്റെയും കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നിൻ്റെയും കോസ്റ്റിനെ നമ്മൾ കണ്ടെത്തും. Then next, sometimes the output of one process is transferred to next process at selling price or market price. അതായത് ഇവിടെ എന്തുണ്ടാവും, പ്രോഫിറ്റ് കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും, കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടും ചില സമയത്ത് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. കോസ്റ്റ് പ്രൈസിനല്ലാതെ ട്രാൻസ്ഫർ പ്രൈസിന് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിന് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് എന്ത് പ്രോസസ് കോസ്റ്റിംഗ്. അപ്പോൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ നമ്മൾ സപ്പോസ് ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു ചപ്പൽ മാനുഫാക്ചറിങ് ആണ് പറയുന്നതെങ്കിൽ, ഇവിടെ ചപ്പൽ മാനുഫാക്ചറിങ്ങിൽ ഇപ്പോൾ ഒരു സപ്പോസ് ഒരു VKC എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ എന്ത് ചെയ്യുന്നു, അവിടെ ചപ്പൽ മാനുഫാക്ചർ ചെയ്യുന്നു. അപ്പോൾ അവിടെ ഫസ്റ്റ് പ്രോസസ്സ് റബ്ബർ കട്ട് ചെയ്യുന്ന അതിൻ്റെ ഒരു മെഷീൻ ഉണ്ടാവും, അതിൽ നിന്ന് റബ്ബർ കട്ട് ചെയ്യുന്നു. അതിൻ്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് അത് പോകുന്നു. നെക്സ്റ്റ് പ്രോസസ്സിൽ എന്ത് ചെയ്യും, അതിൻ്റെ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യും ഓരോ പാർട്ടുകളും. ഇനി അതിൻ്റെ അടുത്ത പാർട്ടിൽ എന്തുണ്ടാവും, അതിൻ്റെ ഗം ഇടുന്നുണ്ടാവും.
ലാസ്റ്റ് പാർട്ടിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ് ഫൈനൽ പ്രൊഡക്റ്റായിട്ട് മാറുന്നത്. ഓക്കെ, ഇത്തരത്തിൽ ഓരോ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന പ്രൊഡക്റ്റിൻ്റെ കേസിലാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സ്യൂട്ടബിലിറ്റി എവിടെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇതിൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, ഓക്കെ, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ്, പേപ്പർ ഇൻഡസ്ട്രി, കെമിക്കൽ വർക്ക്സ്, ടെക്സ്റ്റൈൽ മിൽസ്, സോപ്പ് മേക്കിംഗ്, ഓയിൽ റിഫൈനറി, പെയിൻറ്റിങ് കമ്പനീസ്, റബ്ബർ ഇൻഡസ്ട്രീസ്, ഷുഗർ ഇൻഡസ്ട്രീസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാം, ഈ ഒരു പ്രോസസ് കോസ്റ്റിങ്ങിനെ നമുക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ജോബ് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വൺ ആണ് ജോബ് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ പ്രൊഡക്ഷൻ ഈസ് എഗെയിൻസ്റ്റ് കസ്റ്റമേഴ്സ് സ്പെസിഫിക് ഓർഡർ. അതായത് കസ്റ്റമറുടെ ഒരു സ്പെസിഫിക് ഓർഡർ അനുസരിച്ചിട്ടാണ് ജോബ് കോസ്റ്റിങ്ങിൽ സാധാരണ വർക്ക് നടക്കുന്നത്. സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു പ്രിൻറ്റിങ് ഇൻഡസ്ട്രി ആണെങ്കിൽ ഒരു നോട്ടീസാണ് പ്രിൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ കസ്റ്റമർ എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് ആ നോട്ടീസ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് ഓഫ് കസ്റ്റമർ ആണ്. ഓക്കെ, ബട്ട് ഇൻ ദി കേസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അങ്ങനെ കസ്റ്റമറുടെ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ടൊന്നുമല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ് വരുന്നത്. സെക്കൻഡ് ഡിഫറൻറ്റ് വരുന്നത് ജോബ് കോസ്റ്റിൻ്റെ കേസിൽ പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഫോർ സ്റ്റോക്ക്. ഓക്കെ, ഇവിടെ പ്രൊഡക്ഷൻ നടത്തുന്നത് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, കസ്റ്റമറുടെ ആവശ്യത്തിന് അവർ എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇവിടെ പ്രൊഡക്ഷൻ നടത്തുന്നത്. എന്നാൽ പ്രോസസ് കോസ്റ്റിങ്ങിലോ ഇവിടെ നടത്തുന്നത് എന്താണ്, പ്രൊഡക്ഷൻ ഈസ് ഫോർ സ്റ്റോക്കാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു, ഒരു ചപ്പൽ മാനുഫാക്ചറിങ് ആണെങ്കിൽ അവിടെ എല്ലാ സമയത്തും ഇൻഡസ്ട്രി ഇങ്ങനെ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടേയിരിക്കും സ്റ്റോക്ക് പേർപ്പസിന് വേണ്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് തേർഡ് വൺ ആണ് ഈച്ച് ജോബ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഈച്ച് അതർ. ഓക്കെ, ഓരോ ജോബും ഓരോ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് ഓഫ് കസ്റ്റമേഴ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോന്നും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, എന്നാൽ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ ഓൾ ദി യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആർ ഹോമോജീനിയസ്. പ്രൊഡക്ഷൻ നടത്തുന്ന സാധനങ്ങൾ എല്ലാം സെയിം ആയിരിക്കും, എല്ലാം സെയിം യൂണിറ്റ് ആണ് പുറത്തു വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് ദർ ഈസ് നോ റെഗുലർ ട്രാൻസ്ഫർ ഓഫ് കോസ്റ്റ് ഫ്രം വൺ ജോബ് ടു അനദർ. ഓക്കെ, ഒരു ജോബിൽ നിന്നും മറ്റേ ജോബിലേക്ക് കോസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന അത്തരത്തിലുള്ള പരിപാടിയൊന്നും ജോബ് കോസ്റ്റിങ്ങിൻ്റെ കേസിലില്ല. എന്നാൽ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ ദർ ഈസ് ഓൾവേസ് ട്രാൻസ്ഫർ ഓഫ് കോസ്റ്റ് ഫ്രം വൺ പ്രോസസ് ടു സബ്സിക്വൻറ്റ് പ്രോസസ് ഓർ നെക്സ്റ്റ് പ്രോസസ്. ഓക്കെ, അഞ്ചാമത്തെ വരുന്നത് കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ഫോർ ഈച്ച് ജോബ്. ഓരോ ജോബിനും കോസ്റ്റിനെ അക്യുമുലേറ്റ് ചെയ്യും. ദെൻ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ഫോർ ഈച്ച് പ്രോസസ് ഫോർ എ പീരീഡ്. ഒരു പീരീഡിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നത്. ദെൻ ഫൈനലായിട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യൂല, നമ്മൾ ഓരോന്നിൻ്റെയും കോസ്റ്റ് എന്ന് പറയൂല, എന്ത് ചെയ്യും, അതിൻ്റെ ഫൈനൽ കോസ്റ്റ് എത്രയാണോ അത് കണ്ടെത്തുന്നു. ദെൻ നെക്സ്റ്റ് ആറാമത്തത് വർക്കിംഗ് പ്രോഗ്രസ് മേ ഓർ മേ നോട്ട് ബി എക്സിസ്റ്റ്. ഇവിടെ വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടാകാം അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. എന്നാൽ പ്രോസസ് കോസ്റ്റിങ്ങിൽ ഓൾവേസ് എന്തുണ്ടാവും, വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടാവും. വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത് അൺകംപ്ലീറ്റഡ് വർക്കാണ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് കോസ്റ്റ് ഈസ് അസർട്ടൈൻഡ് വെൻ ജോബ് ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, ഇവിടെ നമ്മൾ കോസ്റ്റിനെ കണ്ടെത്തുന്നത് ഒരു ജോബ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ, ഇപ്പം നമ്മളൊരു നോട്ടീസ് വർക്ക് പറഞ്ഞു, അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മൾ എന്തിനെ കണ്ടെത്തും, കോസ്റ്റിനെ കണ്ടെത്തും. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ കോസ്റ്റ് ഈസ് അസർട്ടൈൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് പീരീഡ്. ഓക്കെ, ഓരോ കോസ്റ്റ് പീരീഡ് കഴിയുമ്പോൾ നമ്മൾ കോസ്റ്റ് എന്ത് ചെയ്യും, കണ്ടെത്തും. അതിൽ ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റിനെയും നമ്മൾ കണ്ടെത്തും. ഓക്കെ, ഇതാണ് ഡിഫറൻസ് ജോബ് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിങ്ങും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസുകൾ വരുന്നത്. Then next we are discussing about what are the advantages and disadvantages of process costing. First we are discussing what are the advantages of process costing. First one, cost of each process can be easily computed. Okay, in the case of process costing, ഓരോ പ്രോസസ് അക്കൗണ്ടുകളും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ കോസ്റ്റ് കണ്ടെത്താൻ എന്താണ് വളരെ ഈസിയാണ്. കോസ്റ്റ് ഓഫ് ഈച്ച് പ്രോസസ് ക്യാൻ ബി ഈസിലി കമ്പ്യൂട്ടഡ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തത് പ്രൊഡക്ട്സ് ആർ ഹോമോജീനിയസ്. എല്ലാ പ്രൊഡക്റ്റുകളും ഒരേ ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളായതുകൊണ്ട് തന്നെ ഈസി ടു കമ്പ്യൂട്ട് ആവറേജ് കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് കണ്ടെത്താൻ എന്തായിരിക്കും, എളുപ്പമായിരിക്കും. രണ്ടാമത്തത് പ്രൊഡക്ട്സ് ആർ ഹോമോജീനിയസ്, ഹെൻസ് ഇറ്റ് ഈസ് ഈസി ടു കമ്പ്യൂട്ട് ആവറേജ് കോസ്റ്റ്. നെക്സ്റ്റ് തേർഡ് വൺ ആണ് ഇറ്റ് ഈസ് പോസിബിൾ ടു അസർട്ടൈൻ ദി കോസ്റ്റ് പീരിയോഡിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യുവാൻ സാധിക്കും. ഓക്കെ, ഇതാണ് തേർഡ് വൺ വരുന്നത്. ഫോർത്ത് വൺ,
അക്കൗണ്ടിങ് സിസ്റ്റം ഈസ് സിമ്പിൾ. ഓക്കെ, ഇതിൻ്റെ അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? സിമ്പിളാണ്. പ്രത്യേകിച്ച് വലിയ ഡിഫിക്കൽട്ടും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് അഞ്ചാമത്തത് ഹെൽപ്സ് ടു മെഷർ എഫിഷ്യൻസി ഓഫ് ഈച്ച് പ്രോസസ്സ്. ഓരോ പ്രോസസ്സിൻ്റെയും എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ പറ്റും. കാരണം അവിടെയുള്ള വേസ്റ്റുകളും ലോസസും അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്രത്തോളം എഫിഷ്യൻസി ഉണ്ട് എന്ന് പഠിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു എന്ത് വരുന്നത്, അഡ്വാൻറ്റേജ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇറ്റ് ഈസ് ഈസി ടു എക്സസൈസ് എഫക്റ്റീവ് കൺട്രോൾ ഓവർ പ്രൊഡക്ഷൻ. ഓക്കെ, പ്രൊഡക്ഷൻ്റെ മുകളിൽ എഫക്റ്റീവായിട്ടുള്ള കൺട്രോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സസൈസ് ചെയ്യാൻ പറ്റും. ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. ദെൻ നെക്സ്റ്റ് വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു വാല്യൂ ദി വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ വാല്യൂ ചെയ്യാൻ എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, നോട്ട് ഈസി ടു വാല്യൂ ലോസസ്, വേസ്റ്റ്, സ്ക്രാപ്പ്. ഓക്കെ, സാധാരണ നമ്മൾ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, അവിടെ നോർമൽ ലോസ് ഉണ്ടാവാം, അബ്നോർമൽ ലോസ് ഉണ്ടാവും, വേസ്റ്റ് ഉണ്ടാവാം, സ്ക്രാപ്പ് ഉണ്ടാവും. ഇതൊക്കെ കണ്ടെത്താൻ എന്താണ്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ ദം. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ എന്ത് വരുന്നത്, ഡിസഡ്വാൻറ്റേജ് വരുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അപ്പോർഷൻ ജോയിൻ കോസ്റ്റ്. അതായത് ജോയിൻ കോസ്റ്റ് സാധാരണ വരുന്നത് ജോയിൻ പ്രൊഡക്റ്റിൻ്റെ കേസിലാണ്. ജോയിൻ പ്രൊഡക്റ്റ് അതേപോലെ ബൈ പ്രൊഡക്റ്റ് ഇങ്ങനെ വരുന്ന കേസിലാണ് എന്ത് വരുന്നത്, ഈ ഒരു ജോയിൻ കോസ്റ്റ് വരുന്നത്. അതായത് ജോയിൻ കോസ്റ്റ് എന്ന് പറയുന്നത് അപ് ടു എ സ്റ്റേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കോസ്റ്റിനെ ഓരോ പ്രൊഡക്റ്റിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുവാൻ സാധിക്കുകയില്ല. അതിനെ എന്ത് പറയും, സ്പ്ലിറ്റപ്പ് സ്റ്റേജ് എന്ന് പറയും, അല്ലെങ്കിൽ സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയും. ആ ഒരു സ്റ്റേജ് വരെ നമുക്ക് കോസ്റ്റിനെ അസർട്ടൈൻ ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെയാണ് നമ്മൾ ജോയിൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു ജോയിൻ കോസ്റ്റിനെ ഓരോ പ്രൊഡക്റ്റിനായിട്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോർഷൻ ചെയ്യുക എന്നുള്ളത് എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ടുള്ള കാര്യമാണ്. ഇതാണ് തേർഡ് ഡിസഡ്വാൻറ്റേജ് വരുന്നത്. നെക്സ്റ്റ് ഫോർത്ത് വൺ, ഇറ്റ് ഈസ് ആവറേജ് കോസ്റ്റ്. സാധാരണ പ്രോസസ് കോസ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് കോസ്റ്റ് ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ ആക്യുറേറ്റ് കോസ്റ്റ്, ഒരു ആക്യുറേറ്റ് കോസ്റ്റ് അല്ല. നെക്സ്റ്റ് അഞ്ചാമത്തത് ഹിസ്റ്റോറിക്കലാണ്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലാണ്, ഓൾറെഡി എന്താണ് ഇൻകർ ചെയ്ത കാര്യമാണ് കാണിക്കുന്നത്. നോട്ട് യൂസ്ഫുൾ ഫോർ എഫക്റ്റീവ് കൺട്രോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് എഫക്റ്റീവ് കൺട്രോളിന് എന്തല്ല സാധ്യമാവുകയില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് ആറാമത്തത്, വെൻ ദർ ഈസ് മോർ ദാൻ വൺ പ്രൊഡക്റ്റ്. ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് കാൽക്കുലേഷൻ എന്തായിരിക്കും, കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ദീസ് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. ഓക്കെ.